ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൽമിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാരാണ്. നമ്മളപ്പോൾ ഇവിടെ ഉൽമിലെത്തിയിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇനി നടക്കാൻ പോകുന്നത്. സോ നമ്മളെല്ലാവരും ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഉൽമ പള്ളി. ഇപ്പൊ ഇവിടെ എന്തോ ഒരു മാച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ വന്നപ്പോഴും ഫുൾ ആൾക്കാർ മാച്ചിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മള് നൂൺ മിർച്ചി എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നമുക്ക് കാശ് അപ്പോൾ നമ്മൾ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗെട്രങ്കി നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഗെട്രങ്കയുടെ സ്ഥലം നമുക്ക് എവിടെയാണെന്ന് നോക്കാം. നമ്മൾ മാംഗോ ലസ്സിയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. 170. ഫുഡ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചേക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ ഇതിലിവിടെ റൈസ് എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്ക് ചോദിച്ച് നോക്കാം നമുക്ക് ഞാൻ ഇതിന് പകരം കിട്ടുമെന്ന്. എനിക്ക് റൈസ് വലിയ താല്പര്യമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോദിച്ച് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മലായി ചിക്കൻ ടിക്ക ഓർഡർ ചെയ്യാം, തന്തൂരിയിലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നാൻ ബ്രോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതല്ലെങ്കിൽ അത് ഓർഡർ ചെയ്യാം. ഞാനിപ്പോൾ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ മാംഗോ ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാംഗോ ലസ്സി നമ്മുടെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കണം അതിൽ ഞാൻ മാറ്റി തരുമോ, അല്ലെങ്കിൽ നമ്മൾ മറ്റേത് ഓർഡർ ചെയ്യാം. നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാംഗോ ലസ്സിയാണ് ഓർഡർ ചെയ്തത്, ഞാനും തെരേസും. പിന്നെ മിൽഡ് ഓർഡർ ചെയ്തത് എന്താണ്? വെർജിൻ പിന്നക്കൊളാടെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് പുളി. കഴിഞ്ഞ പ്രാവശ്യം മിൽഡ് ഓർഡർ ചെയ്തത് ഇന്ത്യൻ മിർച്ചിയിലെ എന്തോ പുളിയുള്ള സാധനം തന്നെയായിരുന്നു. എന്താണെന്നറിയത്തില്ല. ടേസ്റ്റ് വൈസ് ഓക്കെ ആണെന്നാണ് പറയണേ, ബട്ട് പുളിയാണെന്നാണ് പറയണേ. മിൽഡിക്ക് പിന്നെ പുളി ഇഷ്ടമാണ്. പിന്നെ ആഷ ഓർഡർ ചെയ്തത് എന്താ? മൊജിറ്റോ ആണ് ആഷ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളിത് കുടിച്ച് നോക്കി. അപ്പോൾ ഇതിന് ഇച്ചിരി പുളിയുണ്ട്. നമ്മുടെ ഒരു പറ്റിയ ടേസ്റ്റ് അല്ല. പക്ഷേ മിൽഡിക്ക് പുളി ഇഷ്ടമായ കാരണം അവൾക്കത് ഇഷ്ടപ്പെടും. നമുക്ക് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ മാംഗോ ലസ്സി എടുക്കാം. എപ്പോഴും പോലെ മാംഗോ ലസ്സി തന്നെയാണ് ഓർഡർ ചെയ്തേക്കണേ. എനിക്കെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും വെറൈറ്റി എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പാളിപ്പോവുക ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സേഫ് ഓപ്ഷനായ മാംഗോ ലസ്സിയിൽ തന്നെ പിടിച്ചേക്കുന്നത്. നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർ ഓർഡർ ചെയ്തിട്ട് അതിന് ടേസ്റ്റ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം അത് ഓർഡർ ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ കുടിച്ചതിൽ നമുക്ക് വലുതായിട്ട് നമുക്ക് താല്പര്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മാംഗോ ലസ്സി തന്നെയായിരിക്കും ഓർഡർ ചെയ്യും. നമുക്ക് ഫുഡ് വന്നിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂൺ മിർച്ചി വന്നിട്ടുണ്ട്. നമ്മൾ ട്രീസ് ഓർഡർ ചെയ്താണ്. പിന്നെ ഇതെന്തായിരുന്നു ആശ? ചോള ഭട്ടൂരി ആശ ഓർഡർ ചെയ്താണ്. ഞങ്ങളുടെ വന്നിട്ടില്ല. നമ്മുടെ ഞാൻ വന്നിട്ടുണ്ട്. ഞാനും ചിക്കൻ ടിക്ക മസാലയും വന്നിട്ടുണ്ട്. നമ്മുടെ മിൽഡയുടെ ഫുഡും വന്നിട്ടുണ്ട്. നമ്മുടെ പച്ച കളറിലൊക്കെയാണ് ചിക്കൻ ഇരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മിൽഡയോട് തന്നെ ചോദിക്കാം. മിൽഡ, എന്താണ് മിൽഡ ഫുഡ്? അത് ഹരിയാലി ചിക്കൻ ടിക്ക. എവിടെയാണ്? 54. ആ, ഹരിയാലി. അതിൽ വരുന്നത് സ്പിനാച്ച്, കൊറിയാൻഡർ. അത് ഗ്രില്ലായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഡിഫറെൻ്റ് ആണ് ഓർഡർ ചെയ്തേക്കണേ. എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബാൻഹോഫിലേക്ക് നടക്കുക. അവിടെ നമുക്ക് ഒരു സുഗോണ്ടി കയറാനുണ്ട്. സോ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉൽമീന്നൊക്കെ ട്രെയിൻ കയറി നമ്മൾ ബ്ലൗ ബോയറനിലെത്തി. അത് നമ്മുടെ ഈ ബ്ലൗ ടോപ്സ് ഉള്ള സ്ഥലം. ഉൽമീന്ന് ഈ സ്ഥലത്തേക്ക് ഒരു 11 മിനിറ്റ്സ് ട്രെയിൻ ട്രാവലേ ഉള്ളൂ. പിന്നെ ഒരു 1500 മീറ്റേഴ്സ് നടന്നാൽ നമ്മുടെ സ്ഥലത്ത് നമ്മളെത്തും. അപ്പം നമ്മൾ ബ്ലൗ ആൻഡ് ബോയറനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നടക്കുന്ന വഴിയിൽ നല്ല അടിപൊളിയാണ്. ഇപ്പം നല്ല കാറ്റാണ്. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. ഭാഗത്തിന് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫുള്ള് മുഖത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു മുടി. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്തിരി മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. സോ എക്സൈറ്റഡ് ആണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ഒരു പോണ്ട് പോലെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ബ്ലൂ കളറൊന്നും കാണുന്നില്ലല്ലോ, എല്ലാവരുടെയും വീഡിയോസിൽ അങ്ങനെ ബ്ലൂ കളറൊക്കെ കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് തൊട്ടപ്പുറത്താണ് ആ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഹൈക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ചെറുതായിട്ട് നമ്മൾ കുഞ്ഞി പുഴയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ മഴ ക്ലൈമറ്റിലാണ് വന്നത്, അതുകൊണ്ട്
നല്ല രസമുണ്ട് ഈ ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഡാർക്കായിട്ട് നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ ശരിക്കും നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റീവി. ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ബ്ലൂ കളർ. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനത് ആദ്യമായിട്ട് കാണുന്നത് ബ്ലൂ കളർ ഗൈസ്, ബ്ലൂ കളർ. ദേ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ബ്ലൂ കളറാണ്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാടാണ്. നല്ല വൈബാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. വെയിലുണ്ട് മഴയുണ്ട്. നമ്മുടെ നാട്ടിലെ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന പോലെ. പക്ഷെ നമുക്ക് എന്ത് രസമാണ് ഗൈസ് ഇവിടെ കാണാൻ വേണ്ടി. ഗൈസ് നിങ്ങളിവിടെ അടുത്തൊക്കെ ആണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്രയും ഹൈക്കിംഗ് ഒന്നും ഇല്ല, പെട്ടെന്ന് എത്തും. നമ്മൾ ബസ് കയറി ട്രെയിൻ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുണ്ട് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി. എനിക്ക് ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഇനി ഹൈക്കിങ് ചെയ്യാൻ പറ്റും നമുക്ക് മേലേക്ക്. അപ്പം ഞാനും ടെറേസും കൂടെ ഹൈക്കിങ്ങിന് പോകും മേലേക്ക്. ഇവർക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവർ താഴെ ഇരിക്കുമായിരിക്കും നോക്കി. പിന്നെ മേലെ വേണ്ടി പോയിട്ട് അവിടുത്തെ കാണിച്ചു തരാം. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സൺ ഇല്ലാത്ത ക്ലൈമറ്റിലാണ് നമ്മൾ വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർക്ക് ശരിക്കും സണ്ണുള്ള ക്ലൈമറ്റാണ് ഇഷ്ടം. പക്ഷേ എനിക്കെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മറ്റേ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ക്ലൈമറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മറ്റേ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് ഈ നേച്ചറിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മഴയൊന്നുമില്ല, പക്ഷെ ആ മഴയുടെ ആ ഒരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പം അടിപൊളിയാണ് കേട്ടോ. ശരിക്കും അത്രയും ചൂടൊന്നും ഇല്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇച്ചിരി വെയിലും കിട്ടും. അപ്പോൾ വെയിലും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഗൈസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ദേവത. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത്ര ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നേക്കണതാണ് കേട്ടോ. ഗൈസ് ഇതാണ് താഴത്തെ വ്യൂ. നമ്മൾ ഇതിൽ കൂടെ ഹൈക്കിങ്ങിന് നടക്കുകയാണ്. ഗൈസ് ആ ബാക്കിൽ കണ്ടാണ് കേട്ടോ നമ്മുടെ ബ്ലൂ കുളം. അപ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി മേലേക്ക് ഇങ്ങനെ ഹൈക്കിങ് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ഇവിടെ മേലേക്ക് നടക്കാനായിട്ട് നടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെടികളും നല്ല മരങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് പറയും. നല്ല രസമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ബാക്കിൽ നല്ല രസം. എനിക്ക് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇതിട്ട് ശരിക്കും ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് ബ്ലൂ. ഇതിൽ ഇച്ചിരി ലൈറ്റാണ്, പക്ഷേ ഇവിടെ ശരിക്കും ആ റെയിനൊക്കെ പെയ്ത് ഡാർക്ക് അതേപോലെയാണ്. അവിടെ ആരോ നീന്തുന്നുണ്ട്. എനിക്കറിയത്തില്ല നീന്താൻ പാടുമെന്ന്, പക്ഷെ ആരോ ആ കുളത്തിൽ നീന്തുന്നു. ആരും ഇതുവരെ നീന്തിയിട്ടില്ല. ഇയാളാണ് ഇപ്പം ആദ്യമായിട്ട് നീന്തണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്സ് ഉണ്ട്. ഇവിടെ പ്രിവാറ്റിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വഴിയൊന്ന് പോയി നോക്കാം. നല്ല കയറ്റാണ് കേട്ടോ. ഇവിടെ അറ്റത്തേക്ക് നോക്കിയാൽ നമ്മുടെ കുളം കാണാം. നല്ല കിളികളുടെ കരച്ചിലെല്ലാം ഉണ്ട്.
എല്ലാം കണ്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വേസയുണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകേണ്ടവരൊക്കെ ഇവിടെ വന്നാൽ മതി. ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗേൾസിൻ്റെ വരുന്നത്. നമ്മൾ തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടി നടക്കുമ്പോൾ അവിടെ നോർമയുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയി. അത് കഴിഞ്ഞ് എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ €1 ഷോപ്പിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴേക്കും ഇവരൊക്കെ വന്നു. ഇനി നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. നല്ല കാറ്റിട്ടുണ്ട് അവിടെ. അപ്പോൾ മിൽദ പോവാണ് വീട്ടിലേക്ക്. ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ പോവാണ്. അപ്പോൾ പോവാണ്. ഞങ്ങൾ മെക്ഫ്ലറി ആയിട്ട് ഓർഡർ ചെയ്ത് വിത്ത് ഓറിയോ ആൻഡ് ഷോക്ക് സോസ്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി. അപ്പോൾ ഇപ്പോൾ ഒരു 9 o'clock ആയി. ഇനി ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.